മൂന്നാർ ചൊക്കനാട് എസ്റ്റേറ്റിൽ റേഷൻ കടയ്ക്ക് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. പുണ്യവേലിന്റെ കടയാണ് കാട്ടാനക്കൂട്ടം ആക്രമിച്ചത്. 26ാമത്തെ തവണയാണ് ഈ റേഷൻ കടയ്ക്ക് നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടാവുന്നത്. ഇന്നു പുലർച്ചെ 4 മണിയോടെയാണ് ചൊക്കനാട് എസ്റ്റേറ്റിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. ചൊക്കനാട് റേഷൻ കട നടത്തുന്ന പുണ്യവേലിന്റെ കടയ്ക്കു നേരെയാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടായത്. കടയുടെ ജനാലകൾ തകർത്താണ് സാധനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയത്. 26ാമത്തെ തവണയാണ് റേഷൻ കടയ്ക്ക് നേരെ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നതെന്ന് പുണ്യവേൽ പറഞ്ഞു. 26 തവണ ഉണ്ടായിട്ടുണ്ട്. കുറഞ്ഞത് ഒരു 10,000 രൂപ വെച്ച് നോക്കുവാണെങ്കിലും വന്നിട്ട് 26 ലക്ഷം രൂപയുടെ വന്നിട്ട് നഷ്ടപരിഹാരമുണ്ട്. ഇത് ഈ വനവകുപ്പിൽ അപേക്ഷ കൊടുത്തിട്ട് എന്താ പറയുന്നത്? വനവകുപ്പിൽ അപേക്ഷ കൊടുത്തിട്ട് വന്നിട്ട് ഇപ്പം ചെയ്തുതരാം എന്ന് പറയണം. അല്ലാതെ വന്നിട്ട് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. കട തകർത്ത ശേഷം സമീപത്തെ ക്വാർട്ടേഴ്സിലെത്തി നിർത്തിയിട്ടിരുന്ന കാറിന് കേടുപാടുകൾ വരുത്തി. വാഹനത്തിന്റെ പുറകുവശത്തെ ചില്ലും തകർത്തു. ഇപ്പൊ എല്ലാരും പറയുന്നത് അനുസരിച്ച് യാണ് ഭയങ്കര ശല്യമുണ്ട്. ഇന്നലെ രാവിലെ ഒരു 4:30 ആകുമ്പോൾ ഒരു 6 എണ്ണം ഇവിടെ വന്നിട്ട് ഇവിടെ കംപ്ലീറ്റ് ഞങ്ങളും പേടിച്ചാണ് ഉണ്ടായിരുന്നു. ഈ വണ്ടിയും ഗ്ലാസ്സൊക്കെ പൊട്ടിച്ച് പിന്നെ ചെറിയ കൃഷിയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കളഞ്ഞിട്ട് പിന്നെ ഫോറസ്റ്റ് പിടിച്ചപ്പോൾ അത് ഔട്ട് ഓഫ് റേഞ്ചിൽ കളഞ്ഞു. മേഖലയിൽ കാട്ടാനകളുടെ ശല്യം രൂക്ഷമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. யானை 6 மணிக்கெல்லாம் வந்துடுது. இங்கே மக்கள் வெளியே நடமாடவே முடியல. எங்களுக்கு பெரிய சல்லியம். இந்த பார்த்தீங்களா, ராத்திரி இது மாதிரி ரோட்டில் வர முடியாது, ஒரு பக்கம் போக முடியாது. ஆனால் நிறையா சேதப்படுத்துது. அது யாருமே கண்டுக்கிறது இல்லை. நாங்கள் என்ன செய்யிட்டோம், எங்கள் உயிரை எந்த நேரம் கையில் ராத்திரிலாம் 6 இங்கே வந்து நின்றுச்சு. என்ன செய்ய, வெளியே வர முடியுமா, ஒன்றும் செய்ய முடியாது. உயிரை கையில் தான் பிடிச்சிட்டு இருக்க வேண்டியது. കാട്ടാന ശല്യത്തിന് വനവകുപ്പിന്റെ കൃത്യമായ ഇടപെടൽ വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.